ദുൽഹിജ്ജ് 7 ഓമാനൂർ ശുഹദാക്കളുടെ സ്മരണയാർത്ഥം ഇന്നും പല നാടുകളിലും ഓമാനൂർ നേർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിലും ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ച നടക്കുകയാണ്. ഈ ഒരു നേർച്ചയ്ക്ക് വല്ലാത്തൊരു പ്രത്യേകതകളുണ്ട്. ജാതി മത എല്ലാവരും ഈ നേർച്ചയിൽ പങ്കാളികളാവാറുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ ദിവസം ദുൽഹിജ്ജ് 7 രാവിലെ പരിസര പ്രദേശങ്ങളിലൂടെയൊക്കെ പോയ സമയത്ത് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ ഒരു ഓമാനൂർ ശുഹദാക്കളുമായിട്ടുള്ള ചരിത്രം തുടങ്ങുന്നത്. സാമുദ്രി രാജാവ് ഒക്കെ നമ്മുടെ നാട്ടിലൂടെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതിനൊരു പശ്ചാത്തലമുള്ളത്. ചില കാരണങ്ങളാൽ തിരൂർ ഭാഗത്തുള്ള ഒരു ഹൈന്ദവ സഹോദരനെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് ബിമ്പന്നൂർ എന്ന് പറയുന്ന ധാരാളം മുസ്ലിമുകൾ താമസിക്കുന്ന ഓമാനൂരിൽ എത്തിപ്പെടുകയും അവർക്ക് അഭയം നൽകിയത് കുഞ്ഞാലി എന്ന് പറയുന്ന സഹോദരനായിരുന്നു. പിന്നീട് വ്യത്യസ്ത പശ്ചാത്തലത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും കുഞ്ഞാലി, മുഹിയുദ്ദീൻ, കുഞ്ഞിപ്പോക്കർ എന്നിവർ രക്തസാക്ഷികളാവുകയും ചെയ്തു. ഇന്ന് കൊണ്ടോട്ടിക്കടുത്തുള്ള ജുമുഅത്ത് പള്ളിയിൽ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു. إمام الأنبياء والمرسلين فوالده حياة عليهم تراكم والأرز فما تمنى صلاة الله على الهادي Nanti boleh, nanti boleh sama juga ya.